ഹരേ രാമ, ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. 2 നാൾ കഴിഞ്ഞാൽ വ്യാഴത്തിൻ്റെ മാറ്റം മൂലം ഞാൻ ഈ പറയുന്ന നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് ഇനി സംഭവിക്കുവാൻ പോകുന്നത്. കർക്കിടക രാശിയിലൂടെ സഞ്ചരിക്കുന്ന വ്യാഴത്തിന് ഈ 2026 ജൂലൈ 15 വൈകുന്നേരം 7:59 മുതൽ ഓഗസ്റ്റ് മാസം 13 പുലർച്ചെ 5:03 വരെ മൗഢ്യം അനുഭവപ്പെടും. ഈയൊരു കാലം വ്യാഴത്തിൻ്റെ ഫലദാന ശേഷി ഭാഗികമായോ അല്ലെങ്കിൽ പൂർണ്ണമായോ ഉണ്ടാകുന്ന ഒരു സമയമല്ല. ഈയൊരു സമയത്ത് വിവാഹം, ഗൃഹപ്രവേശം, പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ യാതൊരു രീതിയിലും ഗുണകരമായി ഭവിക്കുന്ന കാലമല്ല. വ്യാഴത്തിൻ്റെ ഈയൊരു മൗഢ്യകാലത്ത് ഞാൻ ഈ പറയുന്ന നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നു ചേരും. അതായത് ജൂലൈ 15 മുതൽ ഓഗസ്റ്റ് 13 വരെയുള്ള കാലയളവ് പ്രത്യേകിച്ചും കേരളത്തിനും പൊതുവെ ദോഷകരമായ ഫലങ്ങൾ നൽകുന്ന ഒരു കാലമാണ്. അതുപോലെ പുണർതം, വിശാഖം, പോരുരുട്ടാതി, ഉത്രാടം, കാർത്തിക, ഉത്രം, പൂയം, ആയില്യം, മകം, പൂരം എന്നീ നാളുകാർ ഈ ഒരു കാലയളവിൽ വളരെയധികം ശ്രദ്ധ പാലിക്കേണ്ട ഒരു കാലമാണ്. വ്യാഴത്തിൻ്റെ ഈ ഒരു മൗഢ്യകാലത്ത് ഞാൻ ഈ പറയുന്ന നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങൾ നോക്കാം. അതുപോലെ ഓരോ വ്യക്തിയുടെയും ജനനസമയത്തെ ഗ്രഹനില അനുസരിച്ചുള്ള ശുഭദശാപഹാരങ്ങളിൽ കഴിയുന്നവർക്ക് ദോഷഫലങ്ങളുടെ കാഠിന്യം കുറയുന്നതാണ്. അതുപോലെ പ്രതികൂല ദശാപഹാര കാലങ്ങളിൽ കഴിയുന്നവർക്ക് കാഠിന്യം വർദ്ധിക്കുവാനും ഇടയുണ്ട്. അതുപോലെ ഞാൻ ഈ പറയുന്ന പരിഹാരങ്ങൾ അനുഷ്ഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ദോഷഫലങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നതാണ്. ഇനി രാശിഫലം നോക്കാം. ആദ്യം മേടം രാശിക്കാരാണ്. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ പാദത്തിൽ ഉൾപ്പെടുന്ന മേട രാശിക്കാരായ നിങ്ങൾക്ക് ഈ ഒരു കാലം രോഗദുരിതങ്ങൾ, അമിത ചെലവ്, മാനസികമായ സംഘർഷം എന്നിവ വർദ്ധിക്കുന്നതാണ്. രോഗങ്ങളെക്കുറിച്ചുള്ള അനാവശ്യമായ ഭീതി ഉള്ളിൽ ഉടലെടുക്കും. സാമ്പത്തികമായ ഇടപാടുകളിലും അതീവ ശ്രദ്ധ പുലർത്തുക. നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി നിത്യേന ദേവീ ഭജനം നടത്തുക. അതുപോലെ ജന്മനാളിൽ ദേവീ ക്ഷേത്രത്തിൽ ശാന്തി ദുർഗ മന്ത്ര പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് ഇടവം രാശിക്കാരാണ്. കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യ പകുതിയിൽ ഉൾപ്പെടുന്ന ഇടവ രാശിക്കാരായ നിങ്ങൾക്ക് വളരെയധികം സംഘർഷഭരിതമായ ഒരു അവസ്ഥ ജീവിതത്തിൽ വന്നു ചേരും. മാനസികമായ സംഘർഷവും വർദ്ധിക്കുന്നതാണ്. ജീവിത പങ്കാളിയുമായി അഭിപ്രായ ഭിന്നത ഉണ്ടാകുവാനും ധനപരമായ ബുദ്ധിമുട്ടുകൾ നേരിടുവാനും സാധ്യതയുള്ള കാലമാണ്. നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി സുബ്രഹ്മണ്യ ഭജനം നടത്തുക. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ വ്രതമെടുക്കുക. അതുപോലെ നിത്യേന ഭവനത്തിൽ സുബ്രഹ്മണ്യ അഷ്ടോത്തര ജപം നടത്തുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് മിഥുനം രാശിക്കാരാണ്. മകയിരത്തിൻ്റെ അവസാന പകുതി, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുന രാശിക്കാരായ നിങ്ങൾക്ക് ഈ ഒരു കാലഘട്ടത്തിൽ മനസ്സിൽ അനാവശ്യമായ ചിന്തകൾ വർദ്ധിക്കും. ബന്ധുജനങ്ങളുമായി ഭിന്നത ഉടലെടുക്കുവാനിടയുണ്ട്. അതുപോലെ തന്നെ ജീവിത സുഖം വർദ്ധിക്കുന്നതായി തോന്നുമെങ്കിലും അപ്രതീക്ഷിതമായ കാരണങ്ങളാൽ നിരാശ അധികരിക്കുവാനിടയുണ്ട്. നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി വിഷ്ണു ഭജനം നടത്തുക. വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി തുളസിമാലയും വെണ്ണയും സമർപ്പിക്കുക. അതുപോലെ നിങ്ങളുടെ നാളിൽ പാൽപ്പായസ നിവേദ്യത്തോടൊപ്പം പുരുഷ സൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് കർക്കിടകം രാശിക്കാരാണ്.
പുണർദത്തിൻ്റെ അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നിവ ഉൾപ്പെടുന്ന കർക്കിടക രാശിക്കാരായ നിങ്ങൾക്ക് ഈ ഒരു കാലം ഉദ്ദേശിച്ച കാര്യങ്ങൾ സാധിച്ചെടുക്കുവാൻ വളരെയധികം പ്രയാസങ്ങളുണ്ടാകും. ആരോഗ്യപരമായി മോശമായിരിക്കുവാൻ സാധ്യതയുള്ള കാലമാണ്. പ്രത്യേകിച്ചും മൂത്രാശയ രോഗങ്ങൾ നിങ്ങൾക്ക് പിടിപെടാം. സർക്കാർ ജീവനക്കാർക്ക് മേലുദ്യോഗസ്ഥരുടെ അതൃപ്തി നേരിടേണ്ടി വരും. സാമ്പത്തികമായ ഇടപാടുകളിൽ നഷ്ടം ഭവിക്കുവാനും ബിസിനസ്സിൽ നേരിയ എതിർപ്പുകൾ ഉണ്ടാകുവാനും ഇടയുള്ള കാലമാണ്. ദാമ്പത്യ കലഹങ്ങൾ അവസാനിക്കുവാൻ സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി വിഷ്ണു ഭജനം നടത്തുക. വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി തുളസി മാലയും വെണ്ണയും സമർപ്പിക്കുക. അതുപോലെ ജന്മനാളിൽ പാൽപ്പായസ നിവേദ്യത്തോടൊപ്പം പുരുഷ സൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നതും വളരെയധികം ഉത്തമമാണ്. അടുത്തത് ചിങ്ങം രാശിക്കാരാണ്. മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യ കാൽഭാഗവും ഉൾപ്പെടുന്ന ചിങ്ങ രാശിക്കാരായി നിങ്ങൾക്ക് ഈ ഒരു കാലം അമിതമായി യാത്ര ചെയ്യേണ്ടി വരും. അതുപോലെ ആരോഗ്യപരമായി പൊതുവെ അനുകൂലമായ സമയമല്ല. സാമ്പത്തികപരമായ വിഷമതകളും വന്നുചേരും. ഭാര്യ ഭർതൃബന്ധത്തിൽ പ്രശ്നങ്ങളോ അതുമല്ലെങ്കിൽ ജീവിത പങ്കാളിയുമായി മാനസികമായ അകൽച്ചയും വർദ്ധിക്കുവാൻ ഇടയുള്ള കാലമാണ്. നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി ശിവഭജനം നടത്തുക. അതുപോലെ ജന്മനാളിൽ ശിവക്ഷേത്രത്തിൽ ഭസ്മാഭിഷേകം നടത്തുക. ശ്രീകൃഷ്ണ സ്വാമിക്ക് തുളസിമാല ചാർത്തിച്ച് വെണ്ണ നിവേദ്യം നടത്തുന്നതും വളരെയധികം ഉത്തമമാണ്. അടുത്തത് കന്നി രാശിക്കാരാണ്. ഉത്രത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്രയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ചിങ്ങ രാശിക്കാരായി നിങ്ങൾക്ക് ഈ ഒരു കാലം മറ്റുള്ളവരെ അമിതമായി ആശ്രയിക്കുന്നത് മാനസികമായ വിഷമം വരുത്തിവെക്കും. അപ്രതീക്ഷിതമായ ധനച്ചെലവ് ഉണ്ടാകാം. ഏറ്റെടുത്ത കാര്യങ്ങളിൽ അപ്രതീക്ഷിതമായ തടസ്സങ്ങളും വന്നു ചേരും. തൊഴിലുടമകളിൽ നിന്നും മേലധികാരികളിൽ നിന്നും പ്രതികൂല നടപടികൾ പ്രതീക്ഷിക്കാവുന്നതാണ്. നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി ഗണപതി ഭജനം നടത്തുക. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഗണപതിയെ ദർശിച്ച് പ്രാർത്ഥിക്കുക. നിത്യേന ഭവനത്തിൽ നെയ്വിളക്ക് കൊളുത്തി ഗണപതി അഷ്ടോത്തര ജപം നടത്തുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് തുലാം രാശിക്കാരാണ്. ചിത്രയുടെ അവസാന പകുതി, ചോതി, വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാം രാശിക്കാരായി നിങ്ങൾക്ക് ഈ ഒരു കാലം സന്താനങ്ങൾക്ക് രോഗാരിഷ്ടതകൾ വന്നു ചേരും. സുഹൃത്തുക്കളുമായി ചെറിയ പ്രശ്നങ്ങൾ, അതുപോലെ ധനപരമായി പ്രതികൂലമായ സ്ഥിതി എന്നിവ പ്രതീക്ഷിക്കാം. അലസത പിടികൂടുവാനും ധനപരമായ ചെലവുകൾ വർദ്ധിക്കുവാനും സാധ്യതയുള്ള കാലമാണ്. നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷപരിഹാരത്തിനുമായി ശിവക്ഷേത്ര ദർശനം നടത്തി മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിപ്പിക്കുക. അതുപോലെ നിത്യേന ഭവനത്തിൽ ശിവ അഷ്ടോത്തര ജപം നടത്തുന്നതും വളരെയധികം ഉത്തമമാണ്. അടുത്തത് വൃശ്ചികം രാശിക്കാരാണ്. വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നിവ ഉൾപ്പെടുന്ന വൃശ്ചിക രാശിക്കാരായി നിങ്ങൾ ഈ ഒരു കാലം പ്രധാനപ്പെട്ട പല കാര്യങ്ങളും മാറ്റിവെക്കേണ്ടി വരും. വിവാഹാലോചനകളിൽ തടസ്സങ്ങൾ, അതുപോലെ വാഹനത്തിന് അറ്റകുറ്റപ്പണി, ബിസിനസ്സിൽ ധനനഷ്ടം എന്നിവ സംഭവിക്കാം. ഭക്ഷണ സുഖം കുറയുകയും ആരോഗ്യപരമായി വിഷമതകൾ ഉണ്ടാകുകയും ചെയ്യുന്നതാണ്. എല്ലാവിധ കാര്യങ്ങളിലും ശ്രദ്ധ കുറയുകയും വ്യവഹാരങ്ങളിൽ തിരിച്ചടികൾ നേരിടുകയും ചെയ്യുന്നതാണ്. നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി ഹനുമത് ഭജനം നടത്തുക. ശനിയാഴ്ച ദിവസങ്ങളിൽ ഹനുമത് ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക. അതുപോലെ നിത്യേന ഭവനത്തിൽ രാമായണം, സുന്ദരകാന്ഡം ഒരു പേജെങ്കിലും വായിക്കുന്നത് വളരെയധികം ഗുണകരമാണ്. അടുത്തത് ധനു രാശിക്കാരാണ്. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യ കാൽഭാഗവും ഉൾപ്പെടുന്ന ധനു രാശിക്കാരായ നിങ്ങൾക്ക്
ഈയൊരു കാലം വളരെയധികം രോഗാതി ദുരിതങ്ങൾ വന്നു ചേരുവാൻ ഇടയുള്ള സമയമാണ്. സാമ്പത്തികമായ ഇടപാടുകളിൽ നഷ്ടം സംഭവിക്കുവാനും സാധ്യതയുള്ളതിനാൽ അധികമായ ശ്രദ്ധ പുലർത്തുക. വ്യവഹാരങ്ങളിൽ തിരിച്ചടികൾ ഉണ്ടാകുക, അനാവശ്യമായ യാത്രകൾ, തൊഴിലിൽ പ്രതികൂലമായ അവസ്ഥ എന്നിവ പ്രതീക്ഷിക്കാം. നിങ്ങൾ ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി ദേവീ ഭജനം നടത്തുക. അതുപോലെ ജന്മനാളിൽ ദേവീ ക്ഷേത്രത്തിൽ ദർശനം നടത്തി പഞ്ചദുർഗ മന്ത്ര പുഷ്പാഞ്ജലി നിവേദ്യത്തോടെ നടത്തുന്നതും വളരെയധികം ഗുണകരമാണ്. പ്രത്യേകിച്ചും ദേവിക്ക് ചുവപ്പ് പട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെയധികം ഉത്തമമാണ്. അടുത്തത് മകരം രാശിക്കാരാണ്. ഉത്രാടത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതി എന്നിവ ഉൾപ്പെടുന്ന മകര രാശിക്കാരായ ആളുകൾക്ക് ഈയൊരു കാലം നിങ്ങളുടെ അമ്മയ്ക്കോ മാതൃതുല്യരായവർക്കോ അരിഷ്ടതകളുണ്ടാകാം. തൊഴിൽ രംഗത്ത് മറ്റുള്ളവരുടെ ഇടപെടൽ വളരെയധികം പ്രശ്നങ്ങൾ സമ്മാനിക്കും. യാത്രാ ക്ലേശം മൂലം ക്ഷീണം, കടബാധ്യത എന്നിവ നേരിടേണ്ടി വരും. പ്രത്യേകിച്ചും ഈയൊരു സമയം നിങ്ങൾക്ക് കാലാവസ്ഥാജന്യ രോഗസാധ്യതയും സഹപ്രവർത്തകർ നിമിത്തമുള്ള മനോവിഷമവും വന്നു ചേരും. സാഹസ്യമായ പ്രവർത്തനങ്ങൾ ചെയ്യുവാനുള്ള ഒരു തോന്നലുണ്ടാകുന്ന കാലമാണ്. നിങ്ങൾ ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി ശിവക്ഷേത്ര ദർശനം നടത്തി ശംഖധാര മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിപ്പിക്കുക. അതുപോലെ നിത്യേന ഭവനത്തിൽ ശിവഷ്ടോത്തര ജപം നടത്തുന്നതും വളരെയധികം ഉത്തമമാണ്. അടുത്തത് കുംഭം രാശിക്കാരാണ്. അവിട്ടത്തിൻ്റെ അവസാന പകുതി, ചതയം പൊരുരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭരാശിക്കാരായ നിങ്ങൾക്ക് ഈയൊരു കാലം ഭക്ഷണ സുഖം ലഭിക്കും. അതുപോലെ ചിന്തയില്ലാതെ പ്രവർത്തിക്കുന്നത് പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നതാണ്. സുഹൃത്തുക്കളുടെ പെരുമാറ്റം യാതൊരു രീതിയിലും നിങ്ങൾക്ക് അനുകൂലമായി മാറില്ല. അവരുടെ ഇടപെടൽ മൂലം തൊഴിൽ രംഗത്ത് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ള സമയമാണ്. ശാരീരികമായ സുഖം കുറഞ്ഞിരിക്കും. നിങ്ങൾ ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി ഹനുമത് ഭജനം നടത്തുക. പ്രത്യേകിച്ചും ശനിയാഴ്ച ദിവസങ്ങളിൽ ഹനുമത് ക്ഷേത്ര ദർശനം നടത്തി അവിൽ, പഴം എന്നിവ നിവേദിച്ച് തൊഴുത് പ്രാർത്ഥിക്കുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് മീനം രാശിക്കാരാണ്. പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന മീനരാശിക്കാരായ നിങ്ങൾക്ക് ഈയൊരു കാലത്ത് ബന്ധുക്കൾ തമ്മിൽ ഭിന്നത, ദാമ്പത്യപരമായ പ്രശ്നങ്ങൾ എന്നിവയുണ്ടാകാം. പ്രത്യേകിച്ചും സാമ്പത്തികമായി നിങ്ങൾക്ക് വളരെയധികം വിഷമതകൾ നേരിടേണ്ടി വരുന്ന ഒരു കാലമാണ്. പണം നൽകാനുള്ളവരിൽ നിന്നും സമ്മർദ്ദങ്ങൾ ഉണ്ടാകും. സന്താനങ്ങൾക്ക് അരിഷ്ടതകൾ ഉണ്ടാകുവാനും ഇടയുള്ള ഒരു സമയമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ വാഹനത്തിന് അറ്റകുറ്റപ്പണികൾ വേണ്ടിവരും. ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി നിങ്ങൾ ഈയൊരു സമയം ദേവീ ഭജനം നടത്തുക. നിത്യേന ലളിതാ സഹസ്രനാമം ഭവനത്തിൽ നെയ്വിളക്ക് കൊളുത്തി ജപിക്കുന്നതും വളരെയധികം ഉത്തമമാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.